എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ വെജ് സാലഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതൊരു ഏകദേശം ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചിക്കൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കനില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനൊക്കെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നീളത്തിലൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇനിയും ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ റെഡ് കളറും അതുപോലെ യെല്ലോ കളർ ക്യാപ്സിക്കത്തിൻ്റെ പാതി വീതം ഇതുപോലെ നീളത്തിൽ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പാതി നീളത്തിൽ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മതിയാകും. കൂടെ തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ പാതിയുടെ നീരും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഈ വെജിറ്റബിൾസ് ഒന്നും തന്നെ കുക്കാവേണ്ട ആവശ്യമില്ല. ഈ ഒരു ചിക്കനും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള ചിക്കൻ വെജിറ്റബിൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. Thank you.